പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട്ടിലെ സാത്തൂരിൽ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ 6 മരണം, 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഇന്ന് രാവിലെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. പാർവതി സത്യദേവൻ ചേരുന്നു. പാർവതി, എന്താണ് സംഭവിച്ചത്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സജിത്ത്, പടക്ക നിർമ്മാണത്തിന്റെ ഭാഗമായി രാസവസ്തുക്കൾ കലർത്തുന്ന പ്രക്രിയയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായതെന്നാണ് സംശയിക്കുന്നത്. ഇതാണ് 6 തൊഴിലാളികളുടെ മരണത്തിന് കാരണമായതും. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പടക്ക നിർമ്മാണ യൂണിറ്റിനുള്ളിലെ 3 ഷെഡുകളും തകർന്നു വീണിരുന്നു. വിരുദുനഗർ ജില്ലയിലെ സാത്തൂർ താലൂക്കിലെ അപ്പയാനിക്കൻപട്ടി ഗ്രാമത്തിലാണ് ഈ അപകടമുണ്ടായ സായിനാഥ് പടക്ക നിർമ്മാണ യൂണിറ്റ്. തൊഴിലാളികളിൽ ആരെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. തിരച്ചിൽ തുടരുകയാണെന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ. സ്ഫോടനത്തിന്റെ പിന്നാലെ വലിയ രീതിയിൽ തീ ആളിപ്പടരുകയായിരുന്നു. വിരുദുനഗർ, സാത്തൂർ, അറുപ്പുകോട്ടൈ എന്നീ മേഖലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ കെടുത്തിയത്. ഒപ്പം 6 പുരുഷന്മാരുടെ മൃതദേഹവും അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി വിരുദുനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വേൽമുരുകൻ, നാഗരാജ്, കണ്ണൻ, കാമരാജ്, ശിവകുമാർ, മീനാക്ഷി സുന്ദരം എന്നിവരാണ് സ്ഫോടനത്തിൽ വെന്തു മരിച്ചത്. കൂടാതെ 90%-ലേറെ പൊള്ളലേറ്റ 2 പേരെ വിരുദുനഗറിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. സജിത്ത്, പാർവതി, ഒരു കാര്യം കൂടി, ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടോ? സജിത്ത്, തീർച്ചയായിട്ടും മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് തന്നെയാണ് വിവരം. കാരണം ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേർ വിരുദുനഗറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് 90% മുകളിലാണ് പൊള്ളലേറ്റിട്ടുള്ളതെന്നാണ് ആശുപത്രി നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം അല്ലാതെയും നിരവധി തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. 3 ഷെഡുകളിലേക്ക് നമുക്കറിയാം, പ്രത്യേകിച്ച് പടക്ക നിർമ്മാണ കേന്ദ്രങ്ങൾ കൂടുതലുള്ള ഇടം കൂടിയാണ് ഇവിടെ. ചെറിയ സ്ഫോടനം, അതായത് 3 ഷെഡുകളാണ് തകർന്നു വീണത്. ഇവിടെ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേർ, അതായത് 90%-ലേറെ പരിക്കേറ്റിട്ടുള്ള പൊള്ളലേറ്റിട്ടുള്ള 2 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് തന്നെയാണ് വിവരം. അതാണ് സാഹചര്യം. തമിഴ്നാട്ടിലെ സാത്തൂരിൽ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ 6 മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മരണസംഖ്യ ഇനിയും ഏറാനുള്ള സാധ്യതയുണ്ട്. 2 പേർക്ക് നിലവിൽ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അതാണ് അവിടെ ഉണ്ടായ സാഹചര്യം. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്.